ഹായുടെ മക്കളെ, ശ്രീ ലക്ഷ്മി മിസ്സാണ്. 8ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഇന്ന് വന്നു അല്ലെ. മിനിമം മാർക്ക് ഇല്ലാത്തവർക്ക് ചൊവ്വാഴ്ച മുതൽക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതായത് ഓരോരോ സബ്ജക്റ്റിലും മിനിമം മാർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇതുപോലത്തെ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഈ ചാനൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓരോരോ സബ്ജക്റ്റിലെയും മിനിമം മാർക്ക് എന്ന് പറയുന്നത് 30% ആണ്. ഇത് ഇല്ലാത്തവർക്കാണ് ചൊവ്വാഴ്ച 8ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ മുന്നേ തിങ്കളാഴ്ച നിങ്ങൾക്കൊരു ടീച്ചർ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ആ പാരന്റ്സ് മീറ്റിംഗിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം കൺവേ ചെയ്തിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ 8ാം തീയതി മുതൽക്ക് 24ാം തീയതി വരെ ആയിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ടൈം ടേബിളും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂൾ അധികൃതർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ നമുക്ക് വരുന്നത് എക്സാം ആണ്. കാരണം എക്സാം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിനിമം മാർക്ക് നമുക്ക് അതിന്റെ എബവ് നമുക്ക് നേടണം അല്ലേ. അപ്പോൾ നമുക്ക് എക്സാം വരുന്നത് 25 മുതൽക്ക് 28 വരെയാണ്. റിസൾട്ടും നമുക്ക് അപ്പം തന്നെ കിട്ടും. അതായത് 30ാം തീയതി നമുക്ക് റിസൾട്ട് വരും. ഇനി ആ ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് പിന്നെയും മാർക്ക് കുറഞ്ഞു, മിനിമം മാർക്ക് ഇല്ല എന്നാണെങ്കിൽ 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ പിന്നെയും അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ലടാ, നിങ്ങളെ കുറച്ചും കൂടിയും എന്താ പറയുക പ്രാപ്തരായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഹയർ ക്ലാസ്സസിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. മാനസികമായിട്ട് റെഡി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ അറ്റൻഡിൽ തന്നെ നിങ്ങൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിൽക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും റേസ് ചെയ്യേണ്ട എപ്പോഴും കൂടെ ഉണ്ടാവും. സോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.